നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൂട് കുരുക്കളെ കുറിച്ചാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ഹീറ്റ് റാഷ് എന്നാണ് പറയുന്നത്. അമിതമായ ചൂടുള്ള ശരീരപ്രകൃതിയുള്ളവരിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. നെഞ്ച്, അരക്കെട്ട്, പുറംഭാഗം ഇവിടെയെല്ലാമാണ് കൂടുതലായും ചൂടുകുരുക്കൾ കണ്ടുവരുന്നത്. അസഹനീയമായ ചൊറിച്ചിലാണ് ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികളിൽ വിയർപ്പുണ്ടാകാനുള്ള കഴിവ് കുറവായതുകൊണ്ട് തന്നെ അവരിലാണ് കൂടുതലായും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. ചൂടുകാലത്ത് ചൂടുകുരുവിന്റെ പ്രശ്നം കാരണം ഒത്തിരി പേര് വരാറുണ്ട്. അതിനായി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചികിത്സാ വിധികൾ എന്തൊക്കെയാണെന്ന് പറയാം. ആന്റി ഹിസ്റ്റമിനുകളോ ആന്റി ഫംഗൽ മരുന്നുകളോ ആണ് പ്രധാനമായും ഇതിന് കൊടുക്കാൻ കഴിയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ചൊറിച്ചിലായതുകൊണ്ട് തന്നെ ചൊറിച്ചിലിനെ ശമിപ്പിക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ചികിത്സാ രീതി. വെയിലേൽക്കാതിരിക്കുക, ശരീരം അമിതമായി ചൂടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഇളം നിറമുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നതാണ് മരുന്നുകളോടൊപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഇതുകൂടാതെ ചില വസ്തുക്കളോടുള്ള അലർജി കാരണവും ഇപ്രകാരം കുരുക്കൾ വരാറുണ്ട്. ആദ്യം നിങ്ങളുടെ ചൂടുകുരുക്കൾ അലർജി കൊണ്ടുണ്ടായതാണോ ചൂട് കൊണ്ടുണ്ടായതാണോ എന്ന് മനസ്സിലാക്കുക. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്കാണ് ഇപ്രകാരം ചൂടുകുരു വന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ചൂടുകുരു കണ്ടാൽ ഉടനെ തന്നെ കുറെ പൗഡർ വാരി സ്പ്രിങ്കിൾ ചെയ്യാന്നുള്ള കാര്യം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണിത്. ഇപ്രകാരം നിങ്ങൾ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ആ പോർട്സ് വീണ്ടും അഴുക്കുകൾ കൊണ്ട് അടയുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് നന്നായി വെള്ളം കൊടുക്കുക, 2-3 തവണ കുളിപ്പിക്കാൻ ശ്രദ്ധിക്കുക, ശരീരം തണുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് കുഞ്ഞുങ്ങളിൽ ചെയ്യേണ്ടത്. സിദ്ധ ആയുർവേദ വിധിപ്രകാരം ഇനി എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്. ചൂടുകുരു മാറാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലിയാണ് പറയുന്നത്. നറുനീണ്ടി കിഴങ്ങ് പാലിൽ അരച്ച് കുളിക്കുന്നതിന് മുൻപ് ശരീരം മുഴുവൻ തേച്ച് കുളിക്കുന്നത് ചൂടുകുരു പെട്ടെന്ന് മാറാനായി സഹായിക്കുന്നു. അതുപോലെ ചൂടുകുരു നിലനിൽക്കുന്ന കാലം സോപ്പ് ഉപയോഗിക്കാതെ പകരം ചെറുപയറിന്റെ പൊടി ഉപയോഗിച്ച് കുളിക്കുന്നതും നല്ലതാണ്. നറുനീണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ശരീരം കൂടുതൽ തണുക്കാനായി നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ വെള്ളരിക്ക പോലുള്ള വാട്ടറി ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതലായും കഴിക്കുക. കുളിക്കുന്ന വെള്ളത്തിൽ പച്ചമഞ്ഞൾ അരച്ചു ചേർത്ത് ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നതും നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ചൂടുകുരുവിന്റെ പ്രശ്നമുള്ള എല്ലാവരും ഹോം റെമഡിയായി ചെയ്യുക. അതോടൊപ്പം പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ തുടക്കത്തിലെ ചൂടുകുരുക്കൾ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നതാണ്. ചൂടുകുരു വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചൊറിച്ചിലായതുകൊണ്ട് തന്നെ പലർക്കും അസഹനീയമായി മാറാറുണ്ട്. അത്തരം ചൊറിച്ചിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ രീതിയിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ചൂടുകുരുക്കളെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയണമെങ്കിലും കൺസൾട്ടേഷനും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.